ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. അതിൽ ഗുരുനാനാക്ക് ലവ് ആൻഡ് ബ്രദർഹുഡ് നോക്കാം. Once Guru Nanak and Bhai Mardana come to rest the Sajan Thug Inn. He had habits of robbing those who stayed there. Knowing this, Guru Nanak did not want to rest for the night. എന്താണ്? ഗുരുനാനാക്കും ഭായി മർദ്ദാനും ഒരിക്കൽ സജ്ജൻ തഗിൻ്റെ ആശ്രമത്തിൽ വിശ്രമിക്കാനെത്തി. അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ട്? സജ്ജൻ തഗിനുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയ ഗുരുനാനാക്ക് അന്ന് രാത്രി ഉറങ്ങിയില്ല. അപ്പോൾ ദേ സ്റ്റേഡ് സിംഗിങ് ഷാബാദ് പ്രയർ സോങ് കമ്പോസ്ഡ് ബൈ ഗുരുനാനാക്ക്. എന്താണ് ഗുരുനാനാക്ക് തന്നെ കമ്പോസ് ചെയ്ത ഷാബാദ് ആലപിക്കാൻ തുടങ്ങി. അപ്പോൾ അതെന്താ? ദ റിച്വൽസ് മീൻ ഇറ്റ് വാസ് അൺജസ്റ്റ് ടു ലൂട്ട് ദെയർ വെൽത്ത്. എന്താണ്? മറ്റുള്ളവരുടെ സ്വത്ത് കൊള്ളയടിക്കുന്ന അടിക്കരുത് എന്ന് അതിനെ കുറിച്ചിട്ടുള്ള ലിറിക്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ എന്താ? സജ്ജൻ തഗ് റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് വെൻ ഹി ലിസ്റ്റഡ് ദ ലിറിക്സ് ഓഫ് ദി സോങ്. എന്താണ്? സജ്ജൻ തഗിന് ആ വരികളിൽ നിന്ന് തൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ്? ഹി ബഗ്ഡ് ഗുരു ഫോർ ഫോർഗീവ്നെസ്. എന്താണ്? ഗുരുവിനോട് അവൻ പറഞ്ഞു എൻ്റെ തെറ്റ് നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ എന്താണ്? അപ്പോൾ ഗുരുനാനാക്ക് അവനോട് അഡ്വൈസ് ചെയ്തു. എന്താണ്? ഗീവ് ബാക്ക് ഓൾ ദി സോൾ ആൻഡ് വെൽത്ത് ടു ദ പുവർ ആൻഡ് ലവ് ഹോണസ്റ്റി. എന്താണ്? പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് നിൻ്റെ സ്വത്ത് മുഴുവൻ നൽകണമെന്ന്. അപ്പോൾ എന്താണ്? ദെൻ ഓൺ ദ സജൻ ബിഗാൻ ടു ദ ഹെൽപ്പിംഗ് ഓഫ് ദോസ് വിസിറ്റഡ് ഹിസ് ഇൻ. എന്താണ്? അപ്പോൾ സജന് തൻ്റെ തെറ്റ് മനസ്സിലായി. സജൻ എന്താണ്? നല്ലവനായി ജീവിച്ചു. തൻ്റെ വെൽത്ത് മുഴുവൻ പാവപ്പെട്ടവർക്ക് നൽകി. പിന്നെ അവിടെ സത്രത്തിൽ എത്തുന്നവരെ സഹായിച്ച് ജീവിക്കാനും തുടങ്ങി. അപ്പം അടുത്തത് ചോദിച്ചാൽ വാട്ട് ഐഡിയ ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്രം ദിസ് സ്റ്റോറി. എന്താണ്? ഈ കഥയിലൂടെ എന്തെല്ലാം ആശയങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത്? എന്താണ്? എന്തൊക്കെ എഴുതാം നമുക്ക്? എന്താണ്? സജ്ജൻ തഗ് റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് അല്ലേ? എന്താണ്? നാനാക്കിൻ്റെ ഷാബാദ് കേട്ടപ്പോൾ തൻ്റെ തെറ്റ് മനസ്സിലായി, നല്ലവനായി ജീവിച്ചു. അത് എഴുതാം. ഓക്കെ. തൻ്റെ വെൽത്ത് മുഴുവൻ പാവപ്പെട്ടവർക്ക് നൽകി. പിന്നെ സത്രത്തിൽ എത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ എഴുതാം കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്തത്. Guru Nanak was born 15th century in the village of Talwandi now in Pakistan in Sheikhpura. എന്താണ്? 15ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി എന്ന ഇപ്പോഴത്തെ പാകിസ്ഥാൻ എന്ന ഗ്രാമത്തിലാണ് ആര്? ഗുരു നാനാക്ക് ജനിച്ചത്. ഓക്കെ. ഗുരു നാനാക്ക് അറ്റംപ്റ്റ് ടു ഹാർമോണൈസ് ദ ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയസ്. ഹി ട്രാവൽഡ് വിത്തിൻ ദ ഔട്ട്സൈഡ് ഇന്ത്യ പ്രൊപ്പഗേറ്റ് ദിസ് തോട്ട്. എന്താണ്? അദ്ദേഹം എന്താണ്? വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ വേണ്ടി ഗുരുനാനാക്ക് ശ്രമിച്ചു. തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്തത്. ഗുരുനാനാക്ക് വാസ് എഗെയിൻസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. ഹി അറ്റംപ്റ്റ് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ഓഫ് ദ ഗോഡ്. He promoted the idea of equality, brotherhood, love, goodness and religious tolerance. എന്താണ്? മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരുനാനാക്ക് എതിർത്തു. പിന്നെ ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പിന്നെ പിന്നെ എന്താണ് നോക്കാം. ഹി പ്രൊമോട്ടഡ് ദ ഐഡിയ ഓഫ് ഈക്വാലിറ്റി, ബ്രദർഹുഡ്, ലവ്, ഗുഡ്നെസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. എന്താ പറയണമെന്നറിയാം? എന്താണ്? സ്നേഹം, സാഹോദര്യം, നന്മ, പിന്നെ മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ എന്താണ്? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ഐഡിയോളിറ്ററി പ്രിലിഗ്രിമിനേജ് എക്സെട്ര. എന്താണ്? ജാതി വിവേചനത്തിനെതിരെയും അദ്ദേഹം വിഗ്രഹാരാധന, ജാതി വിവേചനം എന്നിവർക്കെതിരെ അദ്ദേഹം നിരാകരിച്ചു. പിന്നെന്താണ്? വെർ റിജക്റ്റഡ് ബൈ ഹിം. അതൊക്കെ നിരാകരിച്ചു അദ്ദേഹം. ഇക്കണോമിക് ഇൻഇക്വാലിറ്റി വാസ് ക്വസ്റ്റ്യൻഡ് and people were encouraged to abstain from the using of intoxicant. He emphasized the importance of the lagor or community kitchen where all classes of people could eat together. His ideas later paved for the formation of Sikhism. എന്താണ്? അദ്ദേഹം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാവുന്ന ഒരു ലങ്കാർ അഥവാ പൊതു അടുക്കള അദ്ദേഹം വ്യക്തമാക്കി. പിന്നെ എന്താണ്? അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൻകാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഓക്കെ. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു കേട്ടോ അദ്ദേഹം. പിന്നെ എന്താണ്? ലഹരി വർജനത്തിനെതിരെ അദ്ദേഹം ജനങ്ങളെ പ്രേരിപ്പിച്ചു.
അങ്ങനെ ഇനി അടുത്ത അതിലൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. മേക്ക് എ നോട്ട് ഓൺ ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ ഗുരുനാനാക്ക് ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയാസ് ഓഫ് റിലീജിയസ് ടോളറൻസ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ആ പാരഗ്രാഫ് മുഴുവൻ എഴുതണം. ഗുരുനാനാക്ക് വാസ് ദ അഗെയിൻസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽ തൊട്ടിട്ട് ദ ഫോർമേഷൻ ഓഫ് സിക്കിസം വരെ എഴുതണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്, ഇൻ ഷോർട്ട് ദ സോഷ്യൽ ആൻഡ് റിലീജിയസ് ആക്ടിവിറ്റീസ് ഓഫ് കബീർ ആൻഡ് ഗുരുനാനാക്ക് അസ്ഹിയർഡ് ഇൻ എ പീരിയഡ് ഓഫ് കൾച്ചറൽ ഹാർമണി ഇൻ മിഡീവൽ ഇന്ത്യ. എന്താണ്? കബീറിൻ്റെയും ഗുരുനാനാക്കിൻ്റെയും സാമൂഹ്യവും മതപരവുമായ പ്രവർത്തനങ്ങൾ മധ്യകാല ഇന്ത്യയിൽ ഒരു സാംസ്കാരിക സമന്വയത്തിന് തുടക്കം കുറിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ സൈഡിൽ കൊടുത്തു നോക്കുക. ആദിഗ്രന്ഥ് ഗുരുനാനാക്ക് സാഹിബ്. ഓക്കെ, നോക്ക്, ഹീസ് എ ഹോളി ബുക്ക് ഓഫ് ദി സിക്കിസം. ദ ആദി ഗുരുനാനാക്ക് കണ്ടെയ്ൻ ദ റൈറ്റിംഗ് ഓഫ് ഓൾ ദ സിഖ് ഗുരൂസ് ബിഗിനിങ് ഫ്രം ഗുരുനാനാക്ക്. ഓക്കെ, എന്താണ്? ആദിഗ്രന്ഥ് അദ്ദേഹം എന്ത് ചെയ്തു? ആദിഗ്രന്ഥം നോക്ക്, സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദിഗ്രന്ഥം. ഓക്കെ, ഗുരുനാനാക്ക് തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദിഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. പിന്നെ എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്? ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി മോണോദിസം. എന്താണ് മോണോദിസം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം. എന്താണ് ഏകദൈവ വിശ്വാസവും ഇതിന് പ്രാധാന്യം നൽകി. പിന്നെ അടുത്തത് എന്താ പറയുന്നത് നോക്കൂ, ദ ജെൻഡർ റൈസ് ഡിസ്ക്രിമിനേഷൻ. എന്താണ് ജാതിമത വിവേചനങ്ങൾക്കെതിരെ ചിന്ത എന്നിവ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ജൈനമതവും ബുദ്ധമതവും ഇസ്ലാം മതവും തുടങ്ങിയ ആശയങ്ങൾ ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ ഐഡിയാസ് ഓഫ് ജൈനിസം, ബുദ്ധിസം, ഇസ്ലാം എക്സെട്ര ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ആദി ഗ്രന്ഥ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്തത് വുമൺ ആൻഡ് ദ ഭക്തി മൂമെൻറ്റ്സ്. എന്താണ് വുമൻസ് ആൻഡ് ദ ഭക്തി മൂമെൻ്റ് ആണ് നോക്കാം. എന്താണ് ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം. ഓക്കെ, വുമൺ വെർ ലെസ് ഓർഗനൈസ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഇൻ ദ മെഡീവൽ സൊസൈറ്റി കണ്ടീഷൻ റിമൈൻഡഡ് ദ സെയിം ഇൻ റിലാക്ഷൻസ് ഓഫ് ഫ്രീഡം ഓഫ് വർക്ക്ഷിപ്പ്. എന്താണ് മധ്യകാലഘട്ടത്തിൽ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരമൊന്നും ഒക്കെ പരിഗണനയൊക്കെ കുറവായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു അവർ? വിത്ത് ദ advent of Bhakti movement, many women took to composing and singing hymns and songs, worship to deity of their choice. എന്താണ് അവരെന്ത് ചെയ്തു? അപ്പം എന്താണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കാനുള്ളൊരു കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിന് ആലപിക്കുന്നതിന് ധാരാളം സ്ത്രീകൾ തയ്യാറായി. ഓക്കെ, ഇനി അടുത്തത്, മീരാബായ് വാസ് രജപുത്ത് പ്രിൻസ് ഹൂ ലീവ്ഡ് ഇൻ Chetur, Rajasthan. He gave up all the worldly composed and impressed himself in devotion of Krishna. Krishna bhajans composed by Mirabai are very popular. Okay, എന്താണ് രാജസ്ഥാനിലെ ചിത്തോറിൽ എന്താണ് ജീവിച്ചിരുന്ന ആരാണ്? മീരാബായി, രാജകുമാരിയായിരുന്നു മീരാബായി. അവർ എന്താണ് ജീവിത സാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. എന്നിട്ട് മീരാബായി ലഭിച്ച എന്താണ് കൃഷ്ണ ഭജനങ്ങൾ ഏറെ പ്രശസ്തമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മീരാബായി വാസ് ദ രജപുത്ത് പ്രിൻസ് ഹു ലീവ്ഡ് ഇൻ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. കാരക്കൽ അമ്മയ ആൻഡ് ആണ്ടാൾ വേർ ദ ഫേമസ് ഡിവോട്ടി പോയറ്റസസ് ഫ്രം തമിഴ്നാട്. എന്താണ് തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്തകവിയായിരുന്നു ആരൊക്കെ? കാരക്കൽ അമ്മയാറും ആണ്ടാളും. ഓക്കെ, എന്താണ് ദെയർ കമ്പോസിഷൻസ് എക്സ്പ്രസ്ഡ് ഡീപ് ഡിവോഷൻ ടു ദെയർ ഫേവറേറ്റ് ഡയറ്റി. എന്താണ് ഇഷ്ടദൈവത്തെ അകമഴിഞ്ഞ് നമ്മൾ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് അവർ രചിച്ചത്. ഓക്കെ, ഇനി അടുത്തത്, അക്കമ്മ മഹാദേവി വാസ് എ പ്രോമിനൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ വൈരശിവ. എന്താണ് വീരശിവ മൂമെൻറ്റ്സ്. എന്താണ് അക്കമ്മ ദേവി എന്താണ് അക്കമ്മ ദേവി വീരപ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു. ഓക്കെ, ഷീ ലെഡ് ദ ഡിസ്കഷൻ എഗെയിൻസ്റ്റ് ദ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഓപ്പറേഷൻസ് ദ വുമൻസ് ഫേസ്ഡ് ഇൻ ദോസ് ഡേയ്സ്. എന്താണ് സ്ത്രീകൾ നേരിടുന്ന സാമൂഹ്യവും ആത്മീകവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകി. മനസ്സിലായല്ലോ? ഇനി അടുത്തത് മീരാബായ് ആൻഡ് സാറാബായി, ലാൽദേവ്
തുടങ്ങി ലാൽദേവ് കാശ്മീർ ഓൾസോ ബി കോൺട്രിബ്യൂട്ടഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദി ഭക്തി മൂമെൻറ്റ്സ്. എന്താണ് മഹാരാഷ്ട്രയിലെ ബഹിനാബായി, സേറാബായി, പിന്നെ കാശ്മീരിലെ ലാൽ ബേദ് തുടങ്ങിയ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയവരാണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. എന്നാൽ ഡിസ്കസ് ദി സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് മീരാബായി, അക്കമ്മ മഹാദേവി എക്സെട്ര ഇൻ ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂമെൻറ്റ്സ്. അത് ടീച്ചർ നോട്ട് തന്നിട്ട് അപ്പോൾ ഓരോ പോയിന്റ് ആയിട്ട് എഴുതുക കേട്ടോ. വുമൻസ് വെർ ലെസ് ഓർഗനൈസ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഇൻ മിഡീവൽ സൊസൈറ്റി ഒരു പോയിന്റ്. പിന്നെ കണ്ടീഷൻ റിമൈൻ ടു സെയിം ദ റിലേഷൻ ഓഫ് ഫ്രീഡം ഓഫ് വർഷിപ്പ്. അങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് എഴുതുക. അത് തൊട്ട് വുമൻസ് തൊട്ടിട്ട് പിന്നെ ഭക്തി മൂമെൻറ്റ്സ് വരെ എഴുതാം കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇമ്പാക്റ്റ്. ഇനി ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഇമ്പാക്റ്റ്, ഫലങ്ങൾ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നോക്കാം. The aim of Bhakti movement was dedication to one's favorite deity through music and devotion. However, later the movement was able to bring about the progressive changes in India, social and religious സ്പേസ്. അപ്പോൾ എന്താണ്, സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം അർപ്പിക്കാൻ എന്ന ലക്ഷ്യത്തോടെ ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടു. എന്നാൽ പിൻകാലത്ത് ഇന്ത്യയുടെ സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എന്തിന് സാധിച്ചു? ഈ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നാണ് പറയുന്നത്. ദ മോസ്റ്റ് ഓഫ് ദി ഭക്തി പോയറ്റ് ഇൻ ദ ഭക്തി മൂവ്മെൻറ്റ് വേർ ഫ്രം ദ സോ കോൾഡ് marginalized caste group. Then they questioned caste system and prevailed enjoyed by the Brahmins. As a result, as the concept of social equality began to emerge, of women were allowed to participate in the discussion in Anubhava Mandapam. Okay, എന്താണ് പറയുന്നത് അറിയോ? എന്താണ് ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്ത കവികളും തമിഴ്നാട്ട് അവർ എന്താണ് ഭക്തി പ്രസ്ഥാനത്തെ ഭൂരിപക്ഷ ആളുകളും താഴ്ന്ന ജാതിക്കാർ ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടിരുന്നു. പിന്നെ എന്നിട്ട് അവർ എന്ത് ചെയ്തു എന്നറിയാം? എന്നിട്ട് ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളൊക്കെ ചോദ്യം ചെയ്തു അവർ. പിന്നെ തൽഫലമായി സാമൂഹ്യ സമത്വം എന്ന ആശയം രൂപപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ അനുഭവ മണ്ഡലത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു. അപ്പോൾ എന്താണ് സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അവർക്ക് സാധിച്ചു. ഓക്കെ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ സൂഫി മൊമെൻറ്റ് നോക്കാം. ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടീച്ചറിൻ്റെ അടുത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.